പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് ടു പഠനത്തിന് ശേഷം കൊമേഴ്സ് വിഷയങ്ങളിൽ വിവിധ പ്രവേശന മത്സര പരീക്ഷകൾ എഴുതാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി കൈറ്റ് വിക്ടേഴ്സ് ഒരുക്കുന്ന കീ ടു എൻട്രൻസ് പരിശീലന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി രണ്ടാം വർഷത്തെ അക്കൗണ്ടൻസി വിഷയത്തെ അടിസ്ഥാനമാക്കി മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയുടെ അക്കൗണ്ടിംഗ് ഫോർ പാർട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് എന്ന അധ്യായത്തിലെ ആദ്യ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932, ഹൗ മെനി പേഴ്സൺസ് ആർ റിക്വയർഡ് ടു ഫോം എ പാർട്ണർഷിപ്പ്? 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഒരു പാർട്ണർഷിപ്പ് ഫേം രൂപീകരിക്കാൻ ഏറ്റവും ചുരുങ്ങിയത് എത്ര ആളുകൾ വേണമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ അനുസരിച്ച് നമ്മൾ ഡെഫിനേഷൻ കണ്ടപ്പോൾ നമുക്കറിയാം, പാർട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹൂ ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒന്നിലധികം ആളുകൾ വേണം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിവിടെ തന്നിരിക്കുന്ന ചോയ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറ്റ്ലീസ്റ്റ് 1, ചുരുങ്ങിയത് ഒരാളെങ്കിലും ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് 2, ഏറ്റവും ചുരുങ്ങിയത് 2 പേരെങ്കിലും ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് 5, അറ്റ്ലീസ്റ്റ് 10. അപ്പോൾ ഇവിടെ ഒരു പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റാണ്, ഒരു റിലേഷൻഷിപ്പാണ്. സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പ് അഥവാ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണമെങ്കിൽ അവിടെ ഏറ്റവും ചുരുങ്ങിയത് 2 വ്യക്തികൾ ഉണ്ടാവണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ 2, അറ്റ്ലീസ്റ്റ് 2 എന്നതാണ് ഇതിലെ ശരിയായ ഉത്തരം എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു ബിസിനസ്സിൽ 2 പേരെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം: ഇഫ് ദ പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലൻറ്റ്, ഹൗ ആർ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർഡ് എമംഗ് പാർട്ട്നേഴ്സ്? ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന കാര്യം ഒന്നും പറയുന്നില്ല. പാർട്ട്നേഴ്സ് എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് എന്ന് വ്യക്തമായി പറയുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരു എഗ്രിമെൻറ്റ് അവിടെ എഴുതി ചേർത്തിട്ടില്ല എങ്കിൽ പാർട്ട്നേഴ്സ് എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ ചോദ്യം പറയുമ്പോൾ നമുക്ക് പലപ്പോഴും സംശയം തോന്നാം, പാർട്ട്നേഴ്സ് അവർ കൊണ്ടുവന്ന മൂലധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അനുപാതത്തിലാണ് ഈ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ടത് എന്ന് തോന്നൽ പലപ്പോഴും നമുക്കുണ്ടാവാം. പക്ഷേ ശരിയായ ഉത്തരം അതല്ല. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ ഈക്വലി, മൂന്നാമത്തത് അക്കോർഡിംഗ് ടു സീനിയോറിറ്റി, 4 പ്രൊപ്പോർഷണലി ടു ദെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ചിലപ്പോൾ നമുക്കിപ്പോൾ സീനിയോറിറ്റി അനുസരിച്ചായിരിക്കണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ചായിരിക്കണം എന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ സംശയം തോന്നിയേക്കാം. പക്ഷേ പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായി ഉത്തരമൊന്നും തന്നിട്ടില്ല എങ്കിൽ, വ്യക്തമായ ഒരു എഗ്രിമെൻറ്റ് തന്നിട്ടില്ല എങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ ലാഭം തുല്യമായിട്ട് പങ്കിടുന്നു എന്നാണ് സാധാരണ പാർട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ 2 ഈക്വലി എന്നതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ഈക്വലി. മൂന്നാമത്തെ ചോദ്യം പരിശോധിച്ച് നോക്കാം. ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ? ഇത്തരം ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു നോട്ട് ട്രൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചേക്കാം, താഴെ കാണുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ട്രൂ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഉത്തരം നമുക്ക് വേണ്ടത് നോട്ട് ട്രൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് ഓർ ആർ നോട്ട് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായത് എന്താണ് എന്നാണ്, ശരിയല്ലാത്തത് എന്താണ് എന്നാണ് കണ്ടെത്തേണ്ടത്. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാത്തൊരു ബിസിനസ്സാണ്, റിട്ടേൺ എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ ചോയ്സ് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി, പാർട്ട്നേഴ്സ് അവരുടെ ലാഭവും നഷ്ടവും തുല്യമായിട്ട് പങ്കിടുന്നു. ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു ഗെറ്റ് സാലറി, ആക്റ്റീവ് പാർട്ട്നേഴ്സിന് അവരുടെ ശമ്പളം കിട്ടാൻ അവർക്ക് അർഹതയുണ്ട് എന്നാണ് പറയുന്നത്. പാർട്ട്നേഴ്സ് ഹാവ് റൈറ്റ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് അറ്റ് 6% പെർ ആനം ഓൺ എനി അഡ്വാൻസ് ഗിവൺ ബൈ ദം അതർ ദാൻ ദെയർ ക്യാപിറ്റൽ. ക്യാപിറ്റലിന് പുറമെ ഏതെങ്കിലും പാർട്ട്നേഴ്സ് എന്തെങ്കിലും അഡ്വാൻസ് തുക, അതായത് പാർട്ട്നേഴ്സ് ലോൺ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് 6% ഇൻട്രസ്റ്റ് കിട്ടണം എന്ന് പറയുന്നു. പാർട്ട്നേഴ്സ് വിൽ ബി ചാർജ്ഡ് ഇൻട്രസ്റ്റ് അറ്റ് 6% പെർ ആനം ഓൺ ദെയർ ഡ്രോയിങ്സ്, അവരുടെ ഡ്രോയിങ്സിന് പാർട്ട്നേഴ്സ് 6% ഇൻട്രസ്റ്റ് കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണ്, മറ്റ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് നോക്കിയാൽ, പാർട്ട്നേഴ്സ് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി, പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അഭാവത്തിൽ പാർട്ട്നേഴ്സ് അവരുടെ ലാഭം തുല്യമായി പങ്കിടണമെന്ന് പാർട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്ന ഓപ്ഷൻ ട്രൂ ആണ്, അത് കറക്റ്റാണ്. ഇവിടെ നോട്ട് ട്രൂ ആണ് നമ്മൾ പരിശോധിക്കുന്നത്. രണ്ടാമത്തത്, ആക്റ്റീവ് പാർട്ട്നേഴ്സ് ആർ എൻറ്റൈറ്റിൽ ടു ഗെറ്റ് സാലറി, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സാലറിയെക്കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ പാർട്ട്നേഴ്സിന് സാലറി കിട്ടാൻ അർഹതയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പാർട്ട്നേഴ്സ്
ആർ എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് സാലറി എന്ന പ്രസ്താവന തെറ്റാണ്. പാർട്ട്നേഴ്സ് ഹാവ് റൈറ്റ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് അറ്റ് 6% പെർ ആനം ഓൺ എനി അഡ്വാൻസ് ഗിവൺ ബൈ ദം അതർ ദാൻ ദെയർ ക്യാപിറ്റൽ. ക്യാപിറ്റൽ അല്ലാതെ അവർ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6% പലിശ കിട്ടാൻ അർഹതയുണ്ട് എന്ന് പാർട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്നുണ്ട്. പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ടെങ്കിൽ ഡീഡിൽ പറയുന്ന പലിശ, ഡീഡിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം 6% പലിശ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. പാർട്ട്നേഴ്സ് വിൽ ബി ചാർജ്ഡ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം ഓൺ ദെയർ ഡ്രോയിങ്സ്. ഡ്രോയിങ്സിൻ്റെ മുകളിൽ 6% പലിശ കൊടുക്കാൻ പാർട്ട്നേഴ്സിന് ബാധ്യതയുണ്ട്. ആ പ്രസ്താവനയും തെറ്റാണ്. അപ്പോൾ ഇതിൽ 2 പ്രസ്താവനകൾ തെറ്റാണെന്ന് നമുക്ക് കാണാം. പ്രസ്താവനകളിൽ ബിയും ഡിയുമാണ്. ഇതൊരു മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. എ ആൻഡ് ഡി, എയും ഡിയും. അതിൽ എ എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ്, ഡി എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അപ്പോൾ അതല്ല നമ്മുടെ ഉത്തരം. ബിയും ഡിയും, ബി എന്ന് പറയുന്ന പ്രസ്താവന പാർട്ട്നേഴ്സിന് ശമ്പളം കിട്ടാൻ അർഹതയുണ്ട് എന്നത് തെറ്റാണ്. ഡി പാർട്ട്നേഴ്സ് വിൽ ബി ചാർജ്ഡ് ഇൻട്രസ്റ്റ് 6%, അതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി ആൻഡ് ഡി ഓപ്ഷൻ 2 ആണ് എന്ന് കാണാം. സോ ആൻസർ ഈസ് ബി ആൻഡ് ഡി, ദറ്റ് ഈസ് ഓപ്ഷൻ 2. അതാണ് ഇതിലെ ശരിയായ ഉത്തരം. മറ്റൊരു ചോദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം. വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അലൗഡ് ഇൻ എ ഫേം അണ്ടർ സെക്ഷൻ 464 ഓഫ് ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013? 2013 കമ്പനി നിയമം അനുസരിച്ച് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പരമാവധി അംഗങ്ങൾ എത്രയാവാം എന്നാണ് ചോദ്യം. ഇവിടെ കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സംശയം തോന്നിയേക്കാം. പാർട്ണർഷിപ്പ് ആണല്ലോ അവിടെ കമ്പനീസ് ആക്ട്. എന്നാൽ ഇപ്പോൾ 2013 കമ്പനീസ് ആക്ടിലാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പരമാവധി എത്ര അംഗങ്ങൾ ഉണ്ടാവാം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുപ്രകാരം 100 അംഗങ്ങൾ വരെ ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ ആവാം എന്ന് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 464 പറയുന്നുണ്ട്. പരമാവധി അംഗങ്ങളുടെ എണ്ണം 100 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെൻട്രൽ ഗവൺമെൻറ്റിന് പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നതിന് റൂൾ ഇറക്കാവുന്നതാണ്. ആ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാർട്ണർഷിപ്പിൽ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് 50 അംഗങ്ങൾ ആണ് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കാര്യം ഈ ക്വസ്റ്റ്യനിൽ പ്രസ്താവിക്കാത്തത് കൊണ്ട് സെക്ഷൻ 464 ഓഫ് ദി കമ്പനീസ് ആക്ട് പ്രകാരം പരമാവധി 100 അംഗങ്ങളെ വരെ ഒരു പാർട്ണർഷിപ്പിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ പരമാവധി അംഗങ്ങൾ 100 ആയിട്ട് നിജപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് 50 ആണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ചോദ്യം ഇവിടെ കമ്പനീസ് ആക്ട് പ്രകാരം എത്രയാണ് എന്നതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് ഇവിടെ കൊടുക്കാൻ കഴിയുന്നത് പരമാവധി അംഗങ്ങൾ 100 എന്നുള്ളതാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, ദറ്റ് ഈസ് 100 പേഴ്സൺസ്. മറ്റൊരു ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്കാം. ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്നേഴ്സിൻ്റെ ബാധ്യതയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് കണ്ടെത്തുകയാണ്. ഒന്നാമത്തെ ഓപ്ഷനിൽ ഈച്ച് പാർട്ണർ ഈസ് ലയബിൾ ജോയിൻലി വിത്ത് ഓൾ ദി അതർ പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്നേഴ്സും ജോയിൻലി ആൻഡ് സെവറലി ലയബിൾ ആണ് എന്ന് നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പഠിക്കുന്നുണ്ട്. ഈച്ച് പാർട്ണർ ഈസ് ലയബിൾ ജോയിൻലി ആൻഡ് സെവറലി ഫോർ ദ ഡെപ്റ്റ് ഓഫ് ദി ഫേം. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് എന്ന് നമുക്ക് കാണാം. ഈച്ച് പാർട്ണർ ഈസ് ലയബിൾ ജോയിൻലി വിത്ത് ഓൾ അതർ പാർട്ട്നേഴ്സ്. എല്ലാവരോടുമൊപ്പം ഓരോ പാർട്ട്നേഴ്സും ലയബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന നോ ഇൻഡിവിജ്വൽ ലയബിലിറ്റി ടു തേർഡ് പാർട്ടി ഫോർ ഓൾ ദി ആക്ട്സ് ഓഫ് ദി ഫേം. തേർഡ് പാർട്ടിയോട് എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു പാർട്ട്ണർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ബാധ്യതയില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയോടുള്ള എല്ലാ ഡെപ്റ്റിനും ഒരു പാർട്ട്ണർ ലയബിളാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തത് പ്രൈവറ്റ് അസറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ പേയിങ് ഓഫ് ദ ഫേംസ് ഡെപ്റ്റ്. ഒരു ഫേമിൻ്റെ ഡെപ്റ്റ് കൊടുത്തു തീർക്കാൻ അയാളുടെ ഒരു പാർട്ട്ണറുടെ പ്രൈവറ്റ് അസറ്റ് ഉപയോഗിക്കുന്നില്ല എന്നാണ്. നമുക്കറിയാം അൺലിമിറ്റഡ് ലയബിലിറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പാർട്ട്ണറുടെ പ്രൈവറ്റ് അസറ്റ് ഫേമിൻ്റെ ഡെപ്റ്റ് കൊടുത്തു തീർക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. നാലാമത്തത് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ദി എഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഒരു ലിമിറ്റഡ് ബിസിനസ്സിലാണെങ്കിൽ മാത്രമാണ് ആ ലയബിലിറ്റി ലിമിറ്റഡ് ടു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആകുന്നത്. അപ്പോൾ ഈ 2, 3, 4 എന്ന ഓപ്ഷൻസ് തെറ്റാണ്. ശരിയായൊരു പ്രസ്താവന മാത്രമേ ഉള്ളൂ. ഈച്ച് പാർട്ണർ ഈസ് ലയബിൾ ജോയിൻ്റ്ലി വിത്ത് ഓൾ ദി അതർ പാർട്ട്നേഴ്സ് എന്നുള്ള പ്രസ്താവന മാത്രമാണ് ഇതിൽ ശരി. സോ ദി ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. സോ ദ ആൻസർ ഈസ് ഈച്ച് പാർട്ണർ ഈസ് ലയബിൾ ജോയിൻ്റ്ലി വിത്ത് ഓൾ അതർ പാർട്ട്നേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പേയബിൾ ടു പാർട്ട്നേഴ്സ്. ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇല്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. നമുക്കറിയാം പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഇല്ല എങ്കിൽ
ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്റ്റിലെ പ്രൊവിഷൻസ് ആണ് ബാധകമാകുക എന്ന് നമുക്കറിയാം. അങ്ങനെ അടിസ്ഥാനപ്പെടുത്തിയാൽ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പാടില്ല എന്ന് പ്രൊവിഷൻസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോയ്സ് നോക്കുക, യെസ് അറ്റ് 6% പെർ ആനം. ഈ 6% ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് അവരുടെ ക്യാപിറ്റലിന് പുറമെ പാർട്ട്നേഴ്സ് എന്തെങ്കിലും ലോണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലാണ് 6% ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അപ്പോൾ ഈ 6% ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് മുകളിൽ കിട്ടാൻ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ അഭാവത്തിൽ അവർക്ക് അർഹതയില്ല. രണ്ടാമത്തത് യെസ് അറ്റ് 12% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് തന്നെ കിട്ടാൻ അർഹതയില്ലാത്തത് കൊണ്ട് 12% എന്നുള്ളത് ആൻസറും ഇവിടെ ബാധകമല്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോ എന്നാണ്. അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെൻറ്റ് പാർട്ട്നേഴ്സ് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ഇൻട്രസ്റ്റ് ഓൺ ദെയർ ക്യാപിറ്റൽ എന്നാണ് പ്രൊവിഷൻ. അതുകൊണ്ട് ഇത് ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ 3 നോ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പാർട്ണർഷിപ്പ് ഡീഡ്? എന്താണ് ഒരു പാർട്ണർഷിപ്പ് ഡീഡ് എന്നാണ്. സോ ദ ഓപ്ഷൻസ് ആർ എ വെർബൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്, വാക്കാൽ ഉള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. രണ്ടാമത്തത് എ റിട്ടൺ ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദി ടേംസ് ഓഫ് ദി പാർട്ണർഷിപ്പ്, ഒരു പാർട്ണർഷിപ്പിലെ വ്യവസ്ഥകൾ എഴുതി ചേർത്തിട്ടുള്ള എഴുതപ്പെട്ട പ്രമാണമാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളതാണ്. മൂന്നാമത്തത് എ ഗവൺമെൻറ് ഇഷ്യൂഡ് സർട്ടിഫിക്കറ്റ് റിസീവ്ഡ് ഓൺ രജിസ്ട്രേഷൻ, പാർട്ണർഷിപ്പ് ബിസിനസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. നാലാമത്തത് എ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ഫേംസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫേമിൻ്റെ ബാങ്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നാണ് ഓപ്ഷൻസ് ഉള്ളത്. നമുക്കറിയാം പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്, പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടൺ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഓപ്ഷൻ 2 എ റിട്ടൺ ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദ ടേംസ് ഓഫ് ദി പാർട്ണർഷിപ്പ്, അതാണ് പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ വ്യവസ്ഥകൾ കേട്ടിട്ടുണ്ട്. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ക്യാൻ ബി എയ്തർ റിട്ടൺ ഓർ ഓറൽ എന്നാണ് നമ്മൾ പറയുക. എഴുതപ്പെട്ട കരാറും വാക്കാലുള്ള കരാറും പാർട്ണർഷിപ്പിൽ ആവാം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റ് എഴുതപ്പെട്ട് വെച്ചാൽ അല്ലെങ്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത്തരം എഴുതപ്പെട്ട കരാറിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 എ റിട്ടൺ ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് ദ ടേംസ് ഓഫ് ദി പാർട്ണർഷിപ്പ്. അടുത്ത ചോദ്യം, ഇഫ് ദ പാർട്ണർഷിപ്പ് ഡീഡ് ഡസ് നോട്ട് സ്പെസിഫൈ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ എ പാർട്ട്നേഴ്സ് ലോൺ ടു ദ ഫേം. പാർട്ണർഷിപ്പ് ഡീഡിൽ പാർട്ട്നേഴ്സിൻ്റെ ലോണിൻ്റെ പലിശ പറയുന്നില്ല എങ്കിൽ ഏത് നിരക്കിൽ പലിശ കിട്ടാൻ അവർക്ക് അർഹതയുണ്ട് എന്നാണ്. നമുക്കറിയാം എഗ്രിമെൻ്റ് പ്രകാരമാണ് സാധാരണ പാർട്ണർഷിപ്പിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ എഴുതപ്പെട്ട ഒരു കരാറ് പാർട്ണർഷിപ്പ് ഫേമിൽ ഇല്ല എങ്കിൽ അവർക്ക് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്റ്റിലെ ചില പ്രൊവിഷൻസ് ബാധകമാണ് എന്ന് നമുക്കറിയാം. അതനുസരിച്ച് പാർട്ട്ണർ ക്യാപിറ്റലിന് പുറമെ ഏതെങ്കിലും ലോണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 6% പലിശ കിട്ടാൻ അർഹതയുണ്ട്. പാർട്ട്നേഴ്സിൻ്റെ ലോണിന് 6% പലിശ കിട്ടാൻ അർഹതയുണ്ട് എന്നുള്ളതാണ് പാർട്ണർഷിപ്പ് ആക്റ്റിൽ പറയുന്നത്. സോ ദി ചോയ്സ്, ഫസ്റ്റ് വൺ 5% പെർ ആനം, സെക്കൻഡ് വൺ 6% പെർ ആനം, തേർഡ് വൺ 8% പെർ ആനം ആൻഡ് ഫോർത്ത് വൺ ഈസ് 10% പെർ ആനം. സോ ദ റൈറ്റ് ആൻസർ ഈസ് 6% പെർ ആനം. ഓപ്ഷൻ 2 ആണ് ഇവിടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ 2 6% per annum. Next question, which of the following is not typically included in a partnership deed? ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ വരാൻ സാധ്യതയില്ലാത്ത ഐറ്റം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോട്ട് ടിപ്പിക്കലി ഇൻക്ലൂഡഡ് ആണ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ചില കരാറുകൾ എഴുതി ചേർത്തതാണ്. ഇവിടെ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ അകത്ത് ചേർക്കാൻ സാധ്യതയില്ലാത്ത കാര്യം എന്താണ് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. ഓപ്ഷൻസ് പരിശോധിച്ചാൽ കാണാം. ഒന്നാമത്തെ ഓപ്ഷൻ നെയിംസ് ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്. പാർട്ണർഷിപ്പ് ഡീഡിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ് പാർട്ട്നേഴ്സിൻ്റെ പേരും വിലാസവും. സെക്കൻഡ് വൺ, റൂൾസ് ഫോർ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ണർ. ഒരു പുതിയ പാർട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തത്, പാർട്ട്നേഴ്സ് മെരിറ്റൽ സ്റ്റാറ്റസ്, അവർ വിവാഹിതരാണോ അവിവാഹിതരാണോ എന്ന വസ്തുത പാർട്ണർഷിപ്പ് ഡീഡിൽ ചേർക്കണോ എന്നുള്ളതാണ്. നാലാമത്തത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ. ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ സാധാരണയായി ചേർക്കാറുണ്ട്. എന്നാൽ ഇവിടെ നിർബന്ധമായിട്ടും ചേർക്കേണ്ടതില്ലാത്ത ഒരു കാര്യം പാർട്ട്നേഴ്സിൻ്റെ മാരിറ്റൽ സ്റ്റാറ്റസ് ആണ്. അവർ വിവാഹിതരാണോ എന്ന വസ്തുത പാർട്ണർഷിപ്പ് ഡീഡിൽ സൂചിപ്പിക്കേണ്ടതില്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 പാർട്ട്നേഴ്സ് മെറിറ്റൽ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് ഉത്തരമായിട്ട് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്ണർ ഇൻ എ പാർട്ണർഷിപ്പ് ഫേം അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്നേഴ്സിൻ്റെ ബന്ധം ഏത് തരത്തിലുള്ളതാണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു ബിസിനസ്സിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവാം, പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്, ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ്, ലീഡർ ആൻഡ് ഫോളോവർ റിലേഷൻഷിപ്പ്, ഇങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങളാവാം.
ഇതിലേത് ബന്ധമാണ് പാർട്ട്നേഴ്സിന് ഉണ്ടാകുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു എംപ്ലോയറും എംപ്ലോയിയും അല്ല, ഓരോ പാർട്ട്ണറും മറ്റൊരു പാർട്ട്ണറുടെ എംപ്ലോയറോ എംപ്ലോയി ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്, ഇവിടെ നമുക്ക് പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, പാർട്ണർഷിപ്പ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ. അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിംഗ് ഫോർ ഓൾ എന്ന് പറയുന്നത് ഓരോ പാർട്ണറും മറ്റൊരു പാർട്ണറുടെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു, അതേപോലെ തന്നെ ഓരോ പാർട്ണറും മറ്റൊരു പാർട്ണറുടെ പ്രിൻസിപ്പലായിട്ടും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് എന്ന് നമുക്ക് കാണാം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം ഈസ് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്. അടുത്ത ചോദ്യം, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു പാർട്ണർഷിപ്പ്. ഇതൊരു മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടത് 2 പ്രസ്താവനകൾ അവിടെ തന്നിട്ടുണ്ട്. ആ പ്രസ്താവനകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കുക, ആ ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. പാർട്ണർഷിപ്പ് ക്യാൻ ബി ലീഗലി ഫോർമുലേറ്റഡ് വിത്തൗട്ട് എ റിട്ടൺ എഗ്രിമെൻറ്റ്. എഴുതപ്പെട്ട ഒരു പ്രമാണമില്ലാതെ അല്ലെങ്കിൽ എഴുതപ്പെട്ട കരാറില്ലാതെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നിയമപരമായി രൂപീകരിക്കാം. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നിയമപരമായി രൂപീകരിക്കുന്നതിന് എഴുതപ്പെട്ട കരാർ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ പറയാറുണ്ട്, എ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ക്യാൻ ബി എയ്തർ റിട്ടൺ ഓർ ഓറൽ. എഗ്രിമെൻറ്റ് എഴുതപ്പെട്ടതാവാം, വാക്കാലുള്ളതാവാം. അപ്പോൾ ഇവിടെ എഴുതപ്പെട്ട ഒരു പ്രമാണമില്ല, എഴുതപ്പെട്ട കരാറില്ല, എങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നിയമപരമായി രൂപീകരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഇഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലൻറ്റ്, ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം ഷുഡ് ബി ചാർജ്ഡ് ഓൺ ദി ഡ്രോയിങ്സ് മെയ്ഡ് ബൈ ദ പാർട്ട്നേഴ്സ്. പാർട്ണർഷിപ്പ് ഡീഡ് ഒന്നും പറയുന്നില്ല എങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സിന് 6% പലിശ കൊടുക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ലെങ്കിൽ 6% പലിശ ഇൻട്രസ്റ്റ് ഓൺ ലോണിന് മാത്രമാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് 6% പലിശ പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ല, പാർട്ണർഷിപ്പ് ആക്റ്റിലും പറയുന്നില്ല. എങ്കിൽ ഈ 2 പ്രസ്താവനകളിൽ ഏതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. താഴെ ഉള്ള ചോയ്സ് നോക്കുക. ചൂസ് ദി കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ്. ഓൺലി ഓപ്ഷൻ എ ഈസ് ട്രൂ. ഓപ്ഷൻ എ മാത്രമാണ് ശരി. സെക്കൻഡ് വൺ, ഓൺലി ബി ഈസ് ട്രൂ. ഓപ്ഷൻ ബി മാത്രമാണ് ശരി. തേർഡ് വൺ, എ ആൻഡ് ബി ആർ ട്രൂ. ഓപ്ഷൻ എയും ബിയും ശരിയാണെന്നുള്ളതാണ്. ഫോർത്ത് വൺ, എ ആൻഡ് ബി ആർ ഫാൾസ്. സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന എയും ബിയും തെറ്റാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ആ പ്രസ്താവനയിൽ ആദ്യത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായ പ്രസ്താവന. പാർട്ണർഷിപ്പ് ക്യാൻ ബി ലീഗലി ഫോർമുലേറ്റഡ് വിത്തൗട്ട് എ റിട്ടൺ എഗ്രിമെൻറ്റ്. എഴുതപ്പെട്ട കരാറില്ലെങ്കിലും പാർട്ണർഷിപ്പ് ബിസിനസ് രൂപീകരിക്കാം. രണ്ടാമത്തെ പ്രസ്താവന, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 6% എന്നുള്ളത് പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ലാത്തത് കൊണ്ട് 6% പലിശ കൊടുക്കേണ്ടതില്ല. പ്രസ്താവന എ മാത്രമാണ് ശരി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഫസ്റ്റ് വൺ, ഓപ്ഷൻ എ ഈസ് ട്രൂ. മറ്റൊരു ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്കാം. വാട്ട് ഷുഡ് ബി ഡൺ ഇഫ് ദ പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് സൈലൻറ്റ് ഓൺ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ചാർജ് ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം, ചാർജ് ഇൻട്രസ്റ്റ് അറ്റ് 12% പെർ ആനം, നോ ഇൻട്രസ്റ്റ് ഷുഡ് ബി ചാർജ്ഡ്, ചാർജ് ഇൻട്രസ്റ്റ് അറ്റ് ദ പ്രിവൈലിംഗ് ബാങ്ക് റേറ്റ്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പാർട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഡ്രോയിങ്സ് ചാർജ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ നോ ഇൻട്രസ്റ്റ് ഷുഡ് ബി ചാർജ്ഡ്. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നോ ഇൻട്രസ്റ്റ് ഷുഡ് ബി ചാർജ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ റിഗാർഡിംഗ് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്? ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഏതാണ് എന്നാണ് ചോദ്യം. ഇതും ഒരു മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. 3 പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. എഗ്രിമെൻറ്റ് നിർബന്ധമായിട്ടും എഴുതപ്പെട്ടതായിരിക്കണം. ബി, പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഓറൽ. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് നിർബന്ധമായിട്ടും വാക്കാലുള്ളതായിരിക്കണം. സി, പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ക്യാൻ ബി എയ്തർ റിട്ടൺ ഓർ ഓറൽ. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എഴുതപ്പെട്ടതാവാം, വാക്കാലുള്ളതാവാം. ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ, ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ക്യാൻ ബി എയ്തർ റിട്ടൺ ഓർ ഓറൽ എന്നതാണ്.
നിർബന്ധമായിട്ടും എഴുതപ്പെടണം ഒരു നിർബന്ധവുമില്ല. വാക്കാലുള്ളതാവണമെന്നും നിർബന്ധമില്ല. എഴുതപ്പെട്ടതോ വാക്കാലുള്ളതോ ആവാം എന്നതുകൊണ്ട് തന്നെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് സി ആണ് ഇതിനകത്ത് ശരിയായത്. നമുക്ക് ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കാം. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്, ഓപ്ഷൻ സി ഈസ് കറക്റ്റ്, ഓപ്ഷൻ എ, ബി ആൻഡ് സി ആർ കറക്റ്റ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന പ്രസ്താവന മാത്രമാണ് ശരിയായത്. സി എന്ന പ്രസ്താവന കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സിയിലാണ്. സോ ദ ആൻസർ ഈസ് തേർഡ് വൺ, സി ഈസ് കറക്റ്റ്. മറ്റൊരു ചോദ്യം, വിച്ച് ഡോക്യുമെൻറ്റ് യൂഷ്വലി കണ്ടെയ്ൻസ് റൂൾസ് റിഗാർഡിംഗ് ദി ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് ഇൻ എ പാർട്ണർഷിപ്പ്? ഒരു പാർട്ണർഷിപ്പിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റൂള് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്കറിയാം പാർട്ണർഷിപ്പിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള റൂള് പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ പറയണമെന്ന് സാധാരണ പറയാറുണ്ട്. താഴെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ശ്രദ്ധിച്ചു നോക്കാം. പാർട്ണർഷിപ്പ് ആക്ട്, സെക്കൻഡ് വൺ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തേർഡ് വൺ പാർട്ണർഷിപ്പ് ഡീഡ്, ഫോർത്ത് വൺ ഫേംസ് ആനുവൽ റിപ്പോർട്ട്. ക്വസ്റ്റ്യൻ, വിച്ച് ഡോക്യുമെൻറ്റ് യൂഷ്വലി കണ്ടെയ്ൻസ് റൂൾസ് റിഗാർഡിംഗ് ദി ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ണർഷിപ്പ് ഡീഡിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. എങ്ങനെയാണ് പാർട്ണർഷിപ്പിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പാർട്ണർഷിപ്പ് ഡീഡിലാണ് പറഞ്ഞിട്ടുണ്ടാവുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് നമുക്ക് ഉത്തരമായിട്ട് എഴുതാവുന്നതാണ്. അടുത്ത ഒരു ചോദ്യം, വാട്ട് ഹാപ്പൻസ് ഇൻ എ പാർട്ണർഷിപ്പ് ഇഫ് ദർ ഇസ് നോ റിട്ടൺ എഗ്രിമെൻറ്റ്? എഴുതപ്പെട്ട ഒരു കരാർ ഇല്ല എങ്കിൽ പാർട്ണർഷിപ്പിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ, ദ പാർട്ണർഷിപ്പ് ഈസ് നോട്ട് വാലിഡ്. പാർട്ണർഷിപ്പിന് തന്നെ വാലിഡ് അല്ലാത്ത ഒരു പാർട്ണർഷിപ്പായിട്ട് മാറുമെന്നാണ് പറയുന്നത്. സെക്കൻഡ് വൺ, ദ പാർട്ണർഷിപ്പ് സ്റ്റിൽ എക്സിസ്റ്റ് ആസ് പെർ ദി വെർബൽ എഗ്രിമെൻറ്റ് ആൻഡ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. ഒരു വാക്കാലുള്ള കരാറും ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷനും അനുസരിച്ച് പാർട്ണർഷിപ്പ് തുടരും എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. തേർഡ് ഓപ്ഷൻ, പാർട്ട്നേഴ്സ് ക്യാനോട്ട് ഷെയർ പ്രോഫിറ്റ്. പാർട്ട്നേഴ്സിന് അവരുടെ ലാഭം പങ്കുവെക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഫോർത്ത് വൺ, പാർട്ട്നേഴ്സ് മസ്റ്റ് ഓപ്പറേറ്റ് ആസ് എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. പാർട്ണർഷിപ്പ് ബിസിനസ് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോലെ പ്രവർത്തിക്കുമെന്നാണ്. നമുക്കറിയാം ഒരു റിട്ടേൺ എഗ്രിമെൻറ്റ് ഇല്ല എങ്കിലും പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഉത്തരം രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ദ പാർട്ണർഷിപ്പ് സ്റ്റിൽ എക്സിസ്റ്റ് ആസ് പെർ ദി വെർബൽ എഗ്രിമെൻറ്റ് ആൻഡ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഇല്ല എങ്കിൽ അഥവാ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ ഒരു ഓറൽ എഗ്രിമെൻറ്റും പാർട്ണർഷിപ്പ് ആക്റ്റിലുള്ള പ്രൊവിഷൻസും അനുസരിച്ച് ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിന് പ്രവർത്തിക്കാവുന്നതാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, ദ പാർട്ണർഷിപ്പ് സ്റ്റിൽ എക്സിസ്റ്റ് ആസ് പെർ ദി വെർബൽ എഗ്രിമെൻറ്റ് ആൻഡ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932. ഇവിടെ രണ്ട് ഭാഗങ്ങൾ തന്നിരിക്കുന്നു, എ പാർട്ട്, ബി പാർട്ട്. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളിലുള്ള ക്വസ്റ്റ്യൻസിൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ഇതൊന്ന് മാച്ച് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ എ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ, സാലറി ടു പാർട്ട്നേഴ്സ്. ബി പാർട്ടിൽ 6% പെർ ആനം, ഈക്വലി എമംഗ് പാർട്ട്നേഴ്സ്, നോട്ട് എൻടൈറ്റിൽഡ്. ഇങ്ങനെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ്, എങ്ങനെയാണ് പാർട്ട്നേഴ്സ് അവരുടെ ലാഭം പങ്കുവെക്കുന്നത് എന്ന് പാർട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഒരു റിട്ടേൺ എഗ്രിമെൻറ്റ് ഇല്ല എങ്കിൽ പാർട്ണർഷിപ്പ് ആക്റ്റിലുള്ള പ്രൊവിഷൻസ് അനുസരിച്ചാണ് അവരുടെ ലാഭം പങ്കുവെക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റ് ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ മാച്ച് ചെയ്യുന്നത്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റിന് മാച്ച് ചെയ്യുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്, ഈക്വലി എമംഗ് പാർട്ട്നേഴ്സ്. സോ എ മാച്ചസ് വിത്ത് ദ സെക്കൻഡ് വൺ. രണ്ടാമത്തെ ബി, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ. പാർട്ട്നേഴ്സിൻ്റെ ലോണിൻ്റെ പലിശ എങ്ങനെയാണെന്നുള്ളതാണ്. പാർട്ട്നേഴ്സിൻ്റെ ലോണിന് പലിശ കൊടുക്കുന്ന കാര്യം പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്റ്റിലെ പ്രൊവിഷൻ അനുസരിച്ച് പലിശ കൊടുക്കാമെന്നാണ്. 6% പലിശ കൊടുക്കണമെന്നാണ്. സോ ദ ഓപ്ഷൻ ബി ഈസ് മാച്ച് വിത്ത് ദ ഫസ്റ്റ് വൺ. സി, സാലറി ടു പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിന് ശമ്പളം. പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല എങ്കിൽ പാർട്ട്നേഴ്സിന് ശമ്പളം മേടിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി മാച്ച് വിത്ത് ദ തേർഡ് വൺ. അപ്പോൾ നമുക്കറിയാം എ 2, ബി 1 ആൻഡ് സി 3. അങ്ങനെ മാച്ച് ചെയ്യുമ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, A2, B1 ആൻഡ് C3. ഇങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് മസ്റ്റ് പാർട്ട്നേഴ്സ് ഡു ടു ആൾട്ടർ ദി ക്ലോസസ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഡീഡ്? ഒരു പാർട്ണർഷിപ്പ് ഡീഡിലുള്ള ക്ലോസസ് ആൾട്ടർ ചെയ്യാൻ, ഭേദഗതി ചെയ്യാൻ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണമെന്നാണ് ചോദ്യം. പാർട്ട്നേഴ്സിന് അവരുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഭേദഗതികൾ വരുത്തുന്നതിന് അർഹതയുണ്ട്, അവകാശമുണ്ട്. അങ്ങനെ ഒരു ഭേദഗതി വരുത്തണമെങ്കിൽ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് പരിശോധിച്ച് നോക്കാം. ഒബ്റ്റെയിൻ എ കോർട്ട് ഓർഡർ.
കോടതിയിൽ നിന്ന് ഒരു അനുമതി മേടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഗെറ്റ് കൺസെൻറ്റ് ഫ്രം ഓൾ പാർട്ട്നേഴ്സ്, എല്ലാ പാർട്ട്നേഴ്സിൻ്റെ അടുത്തു നിന്നും സമ്മതം മേടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത് നോട്ടിഫൈ ദ രജിസ്ട്രാർ ഓഫ് ഫേംസ്, രജിസ്ട്രാർ ഓഫ് ഫേംസിനെ ഭേദഗതി ചെയ്യുന്ന കാര്യം അറിയിക്കുക എന്നുള്ളതാണ്. നാലാമത്തത് പബ്ലിഷ് ദ ചേഞ്ചസ് ഇൻ എ ലോക്കൽ ന്യൂസ് പേപ്പർ, മാറ്റം വരുത്താൻ പോകുന്ന കാര്യം ഒരു പ്രാദേശിക പത്രത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിന് കോടതിയുടെ ഉത്തരവ് വാങ്ങേണ്ടതില്ല, രജിസ്ട്രാർ ഓഫ് ഫേംസിൻ്റെ അടുത്ത് അറിയിക്കേണ്ടതില്ല, ഈ വസ്തുത ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. എല്ലാ പാർട്ട്നേഴ്സും പരസ്പരം സമ്മതിച്ചാൽ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ ഡീഡിൽ പറയുന്ന വ്യവസ്ഥകൾ അവർക്ക് മാറ്റാവുന്നതാണ്. ആ അടിസ്ഥാനത്തിൽ ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഗെറ്റ് ദ കൺസെൻറ്റ് ഫ്രം ഓൾ പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്. എല്ലാ പങ്കാളികളിൽ നിന്നും സമ്മതം മേടിച്ചു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമിന് അവരുടെ എഗ്രിമെൻറ്റിൽ മാറ്റം വരുത്താവുന്നതാണ്. കാരണം എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ട്നേഴ്സ് അവരുടെ പരസ്പര സമ്മതത്തോടു കൂടി ഉണ്ടാക്കിയ എഗ്രിമെൻ്റാണ്. അതിൽ ഭേദഗതി വരുത്താനും അവരുടെ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും പങ്കാളിത്തവും പരസ്പര സമ്മതവും ഉണ്ടെങ്കിൽ അവർക്ക് അത് ഭേദഗതി വരുത്താവുന്നതാണ്. അടുത്ത ചോദ്യം പരിശോധിച്ച് നോക്കാം. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് പാർട്ണർഷിപ്പ് അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932? 1932 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് അതിലെ സെക്ഷൻ 4 അനുസരിച്ച് ഒരു പാർട്ണർഷിപ്പിൻ്റെ സ്വഭാവം എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ വിത്ത് ലീഗൽ എൻറ്റിറ്റി, നിയമപരമായി നിലനിൽപ്പുള്ള ഒരു സാങ്കല്പിക വ്യക്തിയാണ്. എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹൂ ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്, ലാഭവും നഷ്ടവും പങ്കുവെക്കാനുള്ള ഒരു കരാറാണ്. എ ജോയിൻ്റ് ഓണർഷിപ്പ് ഓഫ് സം പ്രോപ്പർട്ടി ഓഫ് അസറ്റ്, ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ചില അസറ്റുകളുടെ ജോയിൻ്റ് ഓണർഷിപ്പാണ്. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ പർപ്പസ്, ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. ഇതിൽ വ്യക്തമായിട്ട് സെക്ഷൻ 4 ഓഫ് ദി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ പാർട്ണർഷിപ്പിനെ കുറിച്ചുള്ള നിർവചനം വ്യക്തമായി കൊടുത്തിരിക്കുന്നത്. ആ നിർവചനം അനുസരിച്ച് എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ് എന്നാണ്. ആ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഇതിലെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2, എ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ്. ഹയർ സെക്കൻഡറി രണ്ടാമത്തെ വർഷത്തെ അക്കൗണ്ടൻസിയുടെ ആദ്യ പാഠഭാഗത്തു നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ അധ്യായത്തിൽ ഡിസ്കസ് ചെയ്തത്. ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ്, മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ മത്സര പരീക്ഷകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആദ്യ പാഠഭാഗങ്ങൾ വിശദമായി പഠിച്ച് ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ നിങ്ങൾ പ്രിപ്പയർ ആകുക. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം. നന്ദി.